ഇറാനും ഇസ്രായേലുമായുള്ള 12 ദിവസത്തെ യുദ്ധം നാം എല്ലാം കണ്ടതാണ്. അത് ഏതറ്റം വരെ പോയെന്നും ഇറാനും ഇസ്രായേലും ഏതൊക്കെ യുദ്ധമുറകളാണ് സ്വീകരിച്ചതെന്നും അതിൽ ആർക്കൊക്കെയാണ് കനത്ത നാശനഷ്ടങ്ങൾ ഓരോ ദിവസവും ഉണ്ടായതെന്നും ഒടുവിൽ അമേരിക്ക കിട്ടിയ ഇടത്തുകൂടി ഇറാനെ ആക്രമിച്ചതുമൊക്കെ നാം കണ്ടതാണ്. ഇറാനുമായുള്ള 12 ദിവസത്തെ യുദ്ധം, അതിൽ ഇറാനും കനത്ത നഷ്ടം വന്നിട്ടുണ്ട്. 1000-ലധികം സാധാരണ ജനങ്ങളടക്കം 3 സൈനിക മേധാവികളടക്കം കൊല്ലപ്പെട്ടതായി ഇറാൻ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ഇസ്രായേലിൻ്റെ ജനക്കൂട്ടത്തെ അല്ല ഇറാൻ്റെ മിസൈലുകൾ ലക്ഷ്യം വെച്ചത്. ഇസ്രായേലിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകൾ തകർത്തെറിഞ്ഞു. അങ്ങനെ ഇസ്രായേലിൽ സംഭവിച്ചത് 12 ദിവസം കൊണ്ട് $12 ബില്യൺ നേരിട്ടുള്ള നാശനഷ്ടമായിരുന്നു. $12 ബില്യൺ എന്ന് പറഞ്ഞാൽ 1.67 ലക്ഷം കോടി രൂപ വരും. ഈ ലോകത്തെ മുഴുവൻ പട്ടിണിപ്പാവങ്ങൾക്കും വിശന്ന് കരയുന്ന കുഞ്ഞുങ്ങൾക്കുമെല്ലാം യഥേഷ്ടം ആഹാരം കൊടുക്കാമാകുന്ന ഒരു ഫണ്ടാണ്, ഒരു തുകയാണ് ഇങ്ങനെ ഇസ്രായേലിന് പറ്റിയ നഷ്ടം. അതിൻ്റെ ഫലമോ കനത്ത സാമ്പത്തിക തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ. ഇറാൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതുതന്നെയായിരുന്നു, ഇസ്രായേലിനെ സാമ്പത്തികമായി തകർക്കുക, അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതാക്കുക. അതിൽ ഇറാൻ 95% വിജയിച്ചു എന്ന് വേണം കരുതാൻ. കാരണം $1-2 കോടി അല്ല, $12 ബില്യൺ 1.67 ലക്ഷം കോടി രൂപയാണ് ഇസ്രായേലിന് ഇതുവരെ ഉണ്ടായിരിക്കുന്ന ആ 12 ദിവസം കൊണ്ടുണ്ടായിരിക്കുന്ന നാശനഷ്ടം. മറുവശത്തോ ഇസ്രായേലിൻ്റെ കനത്ത വ്യോമാക്രമണത്തിൽ കഷ്ടത അനുഭവിക്കുന്ന പലസ്തീന്, ഇറാനല്ല പലസ്തീന് $3 കോടി സാമ്പത്തിക സഹായം കൂടി നൽകി തങ്ങളുടെ പിന്തുണ ഉറപ്പാക്കിയിരിക്കുകയാണ് സൗദി അറേബ്യ. അതായത് ഇസ്രായേൽ ഇറാനെതിരെ അധിനിവേശം നടത്താൻ ശ്രമിച്ച ആ സമയത്ത്, തക്ക സമയത്ത് തന്നെ സൗദി അറേബ്യ ഇറാൻ്റെ മറ്റൊരു ശത്രുവായ, ഇറാൻ ഒരിക്കലും അംഗീകരിക്കാത്ത പലസ്തീൻ എന്ന രാഷ്ട്രത്തിന് കൈയച്ച് വീണ്ടും സഹായിച്ചിരിക്കുന്നു. ഇതാദ്യമായല്ല സൗദി അറേബ്യ പലസ്തീൻ എന്ന രാഷ്ട്രത്തിന് പിന്തുണ നൽകുന്നത്, സാമ്പത്തിക സഹായം നൽകുന്നത്. കഴിഞ്ഞ വർഷം മൊത്തം $500 കോടി പലസ്തീന് സൗദി അറേബ്യ കൈമാറിയത്. അത് ധനസഹായമായിട്ടാണ്, വായ്പയായിട്ടല്ല. അമേരിക്കയോ ചൈനയോ നൽകുന്നതുപോലെ വായ്പയായിട്ടല്ല. പലസ്തീൻ്റെ ഇസ്രായേലിനെതിരായ സൈനിക ചെലവുകൾ, മിസൈൽ ആക്രമണം മൂലമുണ്ടായ നാശനഷ്ടങ്ങൾ പരിഹരിക്കുന്നതിന്, പിന്നെ യുദ്ധം ബാധിച്ച വ്യക്തികൾക്കും ബിസിനസ്സുകൾക്കുമുള്ള നഷ്ടപരിഹാരം, ഈ പലസ്തീനിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അറ്റകുറ്റപ്പണികൾ എന്നിവയ്ക്കെല്ലാം കൂടി ചേർത്താണ് സൗദി അറേബ്യ ഈ $500 കോടി കഴിഞ്ഞ വർഷം നൽകിയതും ഇത്തവണ $3 കോടി ഇപ്പോൾ ഈ സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ പാദത്തിൽ നൽകിയതും. പലസ്തീനിലെ തെരുവുകളും കെട്ടിടങ്ങളും ഒക്കെ തകർന്നിരിക്കുന്നു. അങ്ങനെ പല കുടുംബങ്ങളുടെയും ഉപജീവനം പ്രതിസന്ധിയിലാണ്. തീർന്നിട്ടില്ല, ഇനി ഇസ്രായേലിലേക്ക് വരാം. ഇസ്രായേലിലെ തെരുവുകളും കെട്ടിടങ്ങളും ഒക്കെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. അത് അവിടെ സാമ്പത്തികമായി ഏറെ മുന്നോക്കം നിന്ന ഏതാണ്ട് ഇസ്രായേലിലെ ജനസംഖ്യ ഏതാണ്ട് 97 ലക്ഷം പേര് മാത്രമേ ഉള്ളൂ. ഇറാൻ്റെ 4/1 ഭൂവിഭാഗം മാത്രമേ, ഭൂവിസ്തൃതി മാത്രമേ ഇസ്രായേലിനുള്ളൂ. അങ്ങനെ സമ്പന്നതയുടെ നടുവിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേലികളുടെ പലരുടെയും ഉപജീവനമൊക്കെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഓഫീസുകൾ തകർന്നു, വ്യാപാര സ്ഥാപനങ്ങൾ തകർന്നു. ഇനി ഇസ്രായേലി സർക്കാരിൻ്റെ കാര്യം. ഇറാനെതിരായ ആക്രമണങ്ങൾ, വ്യോമാക്രമണം പ്രധാനം, പിന്നെ ടെഹ്റാൻ്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ തടയുന്നതിനുള്ള പ്രതിരോധ നടപടികൾ, ഇതിനൊക്കെ ഇസ്രായേലി മന്ത്രിസഭ ചെലവഴിച്ചത് $500 കോടി. ഇത് ഇസ്രായേലി ബിസിനസ് ദിനപത്രമായ കാൽക്കലിസ്റ്റാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇസ്രായേലിലെ മറ്റൊരു പത്രമായ യദിയോത്ത് അഹ്റോനോത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം സർക്കാർ ട്രഷറിക്ക് ഇതിനകം $6.46 ബില്യൺ നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. ഇറാൻ ആക്രമണങ്ങളിൽ ഏതാണ്ട് 40,000-ലധികം ഇസ്രായേലി വീടുകളും ബിസിനസ്സുകളും തകർന്നെന്നാണ് കണക്ക്. 10,600 പേരെ ഒഴിപ്പിച്ചെന്നാണ് ഔദ്യോഗിക കണക്കുകൾ. ഇതിൽ ഇരട്ടി വരും മറ്റ് കണക്കുകൾ. ഇനി യുദ്ധം മൂലമുണ്ടായ സാമ്പത്തിക നഷ്ടം, അത് ഇസ്രായേലിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രതിദിനം ഏതാണ്ട് $294 ബില്യൺ നഷ്ടമുണ്ടാക്കിയെന്നാണ് ഇസ്രായേലിലെ തന്നെ സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. 12 ദിവസ സംഘർഷത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ ബിസിനസ്സുകൾക്ക് മാത്രം $3.5 ബില്യൺ അധികം നഷ്ടമുണ്ടായിട്ടുണ്ട്. ഇനി എന്താണ് ഇസ്രായേൽ ചെയ്യാൻ പോകുന്നത്? ഗസയ്ക്കെതിരെ യുദ്ധകാലത്ത് വർദ്ധിപ്പിച്ച ദേശീയ ബജറ്റ് വീണ്ടും അത് 6% വർദ്ധിപ്പിക്കുമെന്നാണ്
ഇനിയുള്ള നീക്കം. അപ്പോഴാണിതാ ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായ പലസ്തീന് $3 കോടി സാമ്പത്തിക സഹായം കൂടി നൽകി പിന്തുണ ഉറപ്പാക്കി സൗദി അറേബ്യ രംഗത്ത് വന്നിരിക്കുന്നത്. പ്രഖ്യാപിക്കുക മാത്രമല്ല, സൗദി അറേബ്യ അത് കൈമാറുകയും ചെയ്തു. ജോർദാനിലെ സൗദി എംബസിയിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്കിടെ പലസ്തീൻ ധനമന്ത്രി ഉമർ ബിത്താറിനാണ് സൗദി എംബസി ആക്ടിംഗ് ചാർജ് ഡി അഫയേഴ്സ് മുഹമ്മദ് ബിൻ ഹസൻ മൊനിസ് ഈ തുക കൈമാറിയത്. ഇസ്രയേലിന്റെ ക്രൂരമായ നയങ്ങളുടെ ഫലമായി പലസ്തീൻ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി ലഘൂകരിക്കുന്നതിൽ സൗദിയുടെ സഹായം വലിയൊരു പങ്ക് വഹിക്കുന്നതാണ് പലസ്തീൻ ധനമന്ത്രി ഉമർ ബിത്താർ പറഞ്ഞത്. പലസ്തീൻ സർക്കാരിനെ പിന്തുണയ്ക്കുന്നതിനും സാമ്പത്തിക ബാധ്യതകൾ നിറവേറ്റാൻ പ്രാപ്തരാക്കുന്നതിനുമുള്ള സൗദിയുടെ പ്രതിബദ്ധതയുടെ പിന്തുണ കൊണ്ടാണ് ഈ സഹായം നൽകുന്നതെന്നാണ് മുഹമ്മദ് ബിൻ ഹസൻ പറഞ്ഞത്. പലസ്തീൻ ജനതയുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കണം, സാമ്പത്തികവും മാനുഷികമായ വെല്ലുവിളി നേടുമ്പോൾ അവരുടെ ദുരിതങ്ങൾ ലഘൂകരിക്കണം. ഇതൊക്കെ ഈ സഹായം കൊണ്ട് സാധിക്കുമെന്നാണ് തങ്ങളുടെ പ്രതീക്ഷയെന്നാണ് സൗദി അറേബ്യയുടെ വിലയിരുത്തൽ. ജനതയുടെ അവകാശങ്ങളെ പിന്തുണയ്ക്കുന്നുള്ള ഉറച്ച പ്രതിബദ്ധത വീണ്ടും സൗദി അറേബ്യ പലസ്തീന് നൽകിയ ഈ സഹായത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം മറുവശത്തോ ഇസ്രയേൽ തകർന്നടിയുകയാണ്. സാമ്പത്തികമായി അവർ തീരാ ദുരിതത്തിലാണ്. ഇസ്രയേൽ ഒരു വികസിത രാജ്യമെന്നതിൽ നിന്നും വികസ്വര രാജ്യത്തിലേക്ക്, ദരിദ്ര രാഷ്ട്രത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ലോകമെമ്പാടും പഠന വിഷയമാക്കേണ്ട, അനുഭവമായി കാണേണ്ട ഒരു വസ്തുത. കാരണം യുദ്ധം അത് എത്ര വലിയ സൈനിക സാമ്പത്തിക ശക്തിയായാലും ഒരു യുദ്ധം അവരുടെ നട്ടലൊടിക്കും, അവരുടെ സമ്പദ് വ്യവസ്ഥയെ തളർത്തിയിരിക്കും. കാരണം ഇറാനിന് നഷ്ടപ്പെടാനൊന്നുമില്ല. അമേരിക്ക ബങ്കർ ബോംബുകൾ വരെ ഉപയോഗിച്ച് ഇത്രയും ആക്രമണം അഴിച്ചുവിട്ടിട്ടും ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്കും ഇറാൻ്റെ ആണവ പദ്ധതിക്കും മാസങ്ങളുടെ കാലതാമസം മാത്രമേ വരുത്താൻ സാധിച്ചിട്ടുള്ളൂ എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അമേരിക്കൻ ഇൻ്റലിജൻസ് ഏജൻസികൾ തന്നെയാണ് ഈ വാർത്ത പുറത്തു വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം, ഇറാന് നഷ്ടപ്പെടാനൊന്നുമില്ല. തീയിൽ കുരുത്ത ഇറാൻ വെയിലത്ത് വാടില്ല എന്നാണ് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾ തന്നെ വിലയിരുത്തുന്നത്. അപ്പോൾ ഇസ്രായേലാണെങ്കിൽ നട്ടല്ലൊടിഞ്ഞ് നട്ടം തിരിഞ്ഞ് ഇപ്പോൾ അമേരിക്കയ്ക്ക് മുന്നിൽ തെണ്ടി നടക്കേണ്ട ഗതികേട്ടിലായിരിക്കുകയാണ്. അതെ, അമേരിക്ക ഇസ്രായേലിന് കൂടുതൽ സൈനിക ഉപകരണങ്ങൾ, യുദ്ധോപകരണങ്ങളൊക്കെ ഇപ്പോൾ അമേരിക്ക അനുവദിച്ചിട്ടുണ്ട്. അത് അമേരിക്കയുടെ കച്ചവട തന്ത്രം. പക്ഷേ ഇസ്രായേൽ ഇനിയെങ്കിലും ഒരു പാഠം പഠിച്ചില്ലെങ്കിൽ പലസ്തീനിലും അവർക്ക് വീണ്ടും വിചാരം വന്നേക്കാം, അല്ലെങ്കിൽ പലസ്തീൻ അവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. അത് ഉറപ്പാണ്.